കുറച്ച് നാളുകളായിട്ട് കാനഡയിൽ കാർ തെഫ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിൽ അപ്പുറമാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇത്ര ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇങ്ങനെയൊക്കെ കാറ് അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംശയമാണ്. എന്തായാലും ഇങ്ങനെ ഒരു 1-2 വർഷമായിട്ട് ഇവിടെ ഭയങ്കര മാസീവായിട്ടാണ് കാർ തെഫ്റ്റ് പോണത്. ഒരു പരിധി വരെ ഇമിഗ്രൻസ് ഒരു ശതമാനം വരെ അതിന് കാരണമാണ്. ആഫ്രിക്ക, പാകിസ്ഥാൻ, അതുപോലെ തന്നെ ഇന്ത്യ, ഇവിടെ നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ തെഫ്റ്റ് ചെയ്യുന്നത്. ഒരു പരിധി വിട്ടുള്ള മോഷണം കാരണം നമ്മുടെ മാസം കൊടുക്കുന്ന നമ്മുടെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഈ പറഞ്ഞ പോലെ ഒരു പരിധി വിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചില ഇവിടെ നിന്ന് മോഷ്ടിക്കപ്പെടുന്ന വണ്ടികളൊക്കെ ഇവിടെ നിന്ന് തന്നെ അധികം താമസിയാണ്ട് കടൽ കടന്ന് ഈ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറെ കുറച്ച് വീരതന്മാർ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ മോഷ്ടിക്കപ്പെട്ട വണ്ടികൾ അധികം താമസിയാണ്ട് അതിൻ്റെ പാർട്സ് സെപ്പറേറ്റ് ആക്കിയിട്ട് അത് റീസെയിൽ ചെയ്യുക. ഹോണ്ട, അതുപോലെ തന്നെ ടൊയോട്ട മുതലായ ബ്രാൻഡഡ് ആയിട്ടുള്ള വണ്ടികളുടെ ആണ് ഇവിടെ നിന്ന് കള്ളന്മാർ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ സ്റ്റേഷനിൽ ഒരു സ്ത്രീ വന്ന് ഫ്യൂൽ അടിക്കാൻ നിർത്തണു. ആള് പുറത്ത് ഫ്യൂൽ അടിക്കാൻ പോണ സമയത്ത് വേറൊരു കള്ളൻ വണ്ടി എടുക്കാൻ ശ്രമിക്കണു. എന്തായാലും ഈ അമ്മ ചാടി വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ബോണറ്റിൻ്റെ മുകളിൽ ചാടി കയറിയിരിക്കണു. എന്നിട്ട് വൈപ്പറിലൊക്കെ തൂങ്ങിപ്പിടിക്കണു. അങ്ങനെ ഒരു കണക്കിന് അത് ആ ഒരു കാർ തെഫ്റ്റിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാം. അടുത്തൊരു തെഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പം വന്നിട്ട് മക്കളെ കൊണ്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറാണ്. അപ്പോഴേക്കും ഒരാൾ വേറെ കള്ളം വന്നിട്ട് വണ്ടി എടുക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഒരു ഊബർ ഈറ്റ്സിനൊക്കെ പോണ ഒരു പയ്യനുണ്ട്. അതാണ് ഏറ്റവും സങ്കടകരം. ഊബർ ഈറ്റ്സ് പോയിക്കൊണ്ടിരിക്കുന്ന പയ്യനെ ഈ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്ത് അവനെ കൊന്നു. ഇങ്ങനെ മാസീവായുള്ള രീതിയിലാണ് കാർ മോഷണം പോണത്. പോലീസൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ യുവർ സേഫ്റ്റി, നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാറിൻ്റെ കീ വീണ്ടും പുറത്ത് വെച്ചോ. അതാണ് നിങ്ങളുടെ സേഫ്റ്റിക്ക് നല്ലത്. അറ്റാക്ക് ചെയ്യാൻ വന്ന ആൾക്കാർ നിങ്ങളെ അറ്റാക്ക് ചെയ്യണ്ട, കാർ എടുത്തുകൊണ്ട് പൊക്കോട്ടെ. ആ രീതിയിലായി ഇവിടുത്തെ പോലീസുകാർ. ഈ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആൻഡ്രോയിഡ് ഫോണിൽ വന്നിട്ട് എയർ ടാഗ് ഫൗണ്ട് എന്ന് പറഞ്ഞ് കണ്ടു. ആള് ഊബറൊക്കെ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. എയർ ടാഗ് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്, പക്ഷെ വണ്ടിയിലൊക്കെ തപ്പിയിട്ട് കാണുന്നില്ല. അവസാനം ഈ എയർ ടാഗ് എവിടെ നിന്നാണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ഇടുന്നതിൻ്റെ നമ്മുടെ വണ്ടിയുടെയൊക്കെ സീറ്റ് ബെൽറ്റ് ഇടേണ്ട ഇവിടെ സൈഡിൽ റൈറ്റ് സൈഡിൽ തന്നെ ബക്കിളുണ്ട്. ഇത് ഹോൾഡ് ചെയ്യണ ഹോൾഡറുണ്ട്. അപ്പോൾ ഹോൾഡറിൻ്റെ സൈഡിലായിട്ട് ഈ എയർ ടാഗ് വെച്ചേക്കാം. എന്തായാലും എയർ ടാഗ് കണ്ടെടുത്തു. ഇത് ആരോ വെച്ചേക്കണം, കൺഫേം ആയിട്ട് ആരോ വെച്ചേക്കുന്ന. നമ്മൾ വന്നിട്ട് പോലീസിന് ഇൻഫോം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം പോലീസ് ഇപ്പോൾ എന്താന്ന് പറഞ്ഞിട്ടാ ഇപ്പം നോക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ എയർ ടാഗ് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പേരിൽ തന്നെ വെക്കാം. ലെറ്റ്സ് നമുക്കൊരു വാലറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാറിൻ്റെ കീ ഫോബില്ലേ അതിൻ്റെ സൈഡിൽ ഫൈൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കത് പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എയർ ടാഗ് യൂസ് ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർ ടാഗിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുട്ടി സ്പീക്കറുണ്ട്. അത് മാറ്റിയിട്ട് നമുക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റാത്ത കാറിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിലേക്ക് ഈ എയർ ടാഗ് പ്ലേസ് ചെയ്യും. ടാഗ് നമ്മൾ ഇങ്ങനെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും നമ്മൾ ഒളിപ്പിച്ച് കഴിയുമ്പോൾ, അപ്പോൾ ലെറ്റ്സ് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ കാർ തട്ടിക്കൊണ്ടുപോയി എന്ന് വെച്ചോ, ആ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ വണ്ടി എങ്ങോട്ടാണ് പോണത് അല്ലെങ്കിൽ ഏത് റൂട്ടിലാണ് പോണത് എന്നുള്ളതും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പോലീസിനെ ഇൻഫോം ചെയ്യാനും ഈ എയർ ടാഗിൻ്റെ ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്യാനും പറ്റും. ഇത് വളരെ ചിലവ് കുറഞ്ഞൊരു പരിപാടിയാണ് ഈ എയർ ടാഗിൻ്റെ. കാരണം വലിയ വിലയില്ല എയർ ടാഗിന് വന്നിട്ട്. നമ്മുടെ കാറിൻ്റെ കീ ഫോബ് ഉണ്ട്. ഇപ്പോൾ എല്ലാ വണ്ടികളിലും ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടികളിലും ഇങ്ങനെ കാർ ഫോബാണ് ഉപയോഗിക്കുന്നത്. അത് കാറിൻ്റെ അടുത്ത് വരുമ്പോഴേക്കും അത് അൺലോക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ ഈ കീ ഫോബാണ് ഉപയോഗിക്കുന്നത്. ഈ കീ ഫോബും കാറുമായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഒരു കള്ളനൊക്കെ വന്ന് ഇങ്ങനത്തെ ഹാക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെറ്റ്സ് നമ്മുടെ കാറ് എവിടെയെങ്കിലും നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ കീ ഫോബുമായിട്ട് നമ്മൾ വീട്ടിൽ കയറിയിട്ട് നമ്മൾ കിടന്നുറങ്ങാനുള്ള ഒരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് നമ്മൾ താക്കോൽ വെച്ചു. പുറത്ത് നിൽക്കുന്ന 1-2 കള്ളന്മാർ വന്നിട്ട് രണ്ടോ അതിൽ കൂടുതൽ കള്ളന്മാർ വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വന്നിട്ട് നമ്മുടെ ഈ കീ ഫോബും ഈ കാറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അത് ഹാക്ക് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള കാറിൻ്റെ അടുത്തൊരു വേറെ കള്ളം പോയി നിൽക്കും. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഡോർ തുറന്ന് വീണ്ടും അടുത്തൊരു കമ്മ്യൂണിക്കേഷൻ വഴി ഒരു വണ്ടി സ്റ്റാർട്ടാക്കുന്നതോടുകൂടി കൂടിയിട്ട് ഉള്ളിലിരിക്കുന്ന ആ ഒരു കള്ളൻ്റെ കയ്യിൽ ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനുള്ള ആക്സസ് ആയി.
പിന്നെ വണ്ടി സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം. ഇങ്ങനെയാണ് ഒട്ടുമിക്ക തെഫ്റ്റും കാനഡയിൽ നടക്കുന്നത്. കാറിൻ്റെ കീ ഫോബ് ഹാക്ക് ചെയ്ത് കാർ സ്റ്റാർട്ടാക്കി കാറ് കൊണ്ടുപോകാം. ആൻറ്റി തെഫ്റ്റ് സിഗ്നൽ ബ്ലോക്കിംഗ് പൗച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു പൗച്ച് മേടിച്ചിട്ട് നമ്മൾ രാത്രിയിലൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഈ ഫോബ് സുരക്ഷിതമായിട്ട് ഈ പൗച്ചിലിട്ട് വെക്കാം. ഈ പൗച്ചിലിട്ട് വെക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോബും കാറുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അതുവഴി പുറത്തുനിന്നൊരാൾക്ക് പെട്ടെന്ന് വന്നിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഫോബും കാറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഹാക്ക് ചെയ്തിട്ട് അവർക്ക് ഡീകോഡ് ചെയ്തിട്ട് വണ്ടി തുറന്നുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതരും കുറച്ച് നല്ല ഇൻഷുറൻസുകാർ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻഷുറൻസ് എടുക്കുന്നതിനായിട്ട് മുമ്പ് അവർ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ ഒരു ട്രാക്കർ ഡിവൈസ് ഞങ്ങൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ആ ഡിവൈസ് നിങ്ങൾ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറയും. അപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സിൻ്റെ വണ്ടിയിലൊക്കെ അവർ ഈ ഇൻഷുറൻസ് പറഞ്ഞ പ്രകാരം അവർ പറഞ്ഞെടുത്ത് കൊണ്ടുപോയിട്ട് ഈ ട്രാക്കിംഗ് ഡിവൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് എങ്ങോട്ടൊക്കെയാണ് ഈ വണ്ടി പോകണത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. കഴിയുന്നതും ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഒക്കെ വണ്ടിയിൽ പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആരെങ്കിലും വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും ഈ പറഞ്ഞ ട്രാക്കിംഗ് ഡിവൈസും മാറ്റി വണ്ടി കൊണ്ടുപോകുന്ന ടീമുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു ചെറിയ സൊല്യൂഷനുകളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അടുത്തൊരു കാര്യം, ഒരു സേഫായിട്ട് സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. അധികം വെട്ടമൊന്നും ഇല്ലാത്തടത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാനൊക്കെ നല്ലത് കുറച്ച് വെട്ടമുള്ള ഇടത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യുക. നല്ല എണ്ണെത്തുന്ന രീതിയിൽ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യുക. പുറത്ത് പാർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാവുന്നവർക്ക് ബേസ്മെൻറ്റിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ CCTV ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും വണ്ടി ഒരു ഒബ്സർവേഷനിലായിരിക്കും ഉണ്ടാവുക. ആ ഒരു ചുറ്റുപാടുകൾ വണ്ടി ഒരു ഒബ്സർവേഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക, പുറത്ത് പാർക്ക് ചെയ്യാണ്ട്. പിന്നെ വീട്ടിൽ സ്വന്തമായിട്ട് ഗരാജുള്ളവർ ഗരാജിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യുക. തന്നെ നമ്മൾ ഈ സ്റ്റിയറിംഗ് ലോക്ക് ചെയ്യാനായിട്ടുള്ള പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. നമ്മുടെ ഈ കനഡിയൻ ടയറിലോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് സ്റ്റിയറിംഗ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്, അല്ലെങ്കിൽ വീല് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള മെക്കാനിസം ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് പ്രൊട്ടക്ട് ചെയ്യാന്നൊക്കെ തന്നെ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു പരിധി വരെ തെഫ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉപകാരപ്പെടുള്ളൂ. ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കാനഡയിൽ നടപടിയാവുന്ന കാര്യം. ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ച് മോഹിച്ചിട്ടാണ് ഈ ഓരോ വാഹനങ്ങളൊക്കെ വളരെ കൊതിയോടുകൂടിയിട്ട് മേടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് കള്ളന്മാർ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആരുടെ വണ്ടി പോയാലും. അപ്പോൾ നമ്മൾ സേഫായിട്ടിരിക്കുക എവിടെയാണെങ്കിലും. ഇനിയിപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ വണ്ടി മോഷ്ടിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുപോയിക്കോട്ടെ, അവരുടെ മെക്കിട്ട് കയറണം, നിങ്ങളുടെ വണ്ടി കൊണ്ടുപോയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, അവരുടെ മെക്കിട്ട് കയറാൻ പോകണ്ട. വണ്ടി ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കാനഡയിലേക്ക് എങ്ങനെ ഇമിഗ്രേറ്റ് ചെയ്ത് വരാം, അതുപോലെ തന്നെ കാനഡയിൽ എങ്ങനെ നിങ്ങൾക്കൊരു ജോലി കണ്ടുപിടിക്കാം മുതലായ കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാനൽ ത്രൂ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അതുകൂടാണ്ട് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. കീപ് ഫോളോയിങ് അസ് ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം കാനഡ മലയാളിയുടെ